So today we are going to study biotechnology, principles and process. So in this chapter, first we are going to deal with എന്താണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇത് സംഭവം ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ദ ഐഡിയ യു ക്യാൻ ആൻസർ എവറി ക്വസ്റ്റ്യൻസ് ഈസിലി. കാരണം സംഭവം ഒരു ടെക്നിക്കലി വരുന്ന കുറേ ടേംസ് ഉണ്ട്, എന്നാലും ഇറ്റ് ഈസ് വെരി ഈസി ചാപ്റ്റർ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MCQ ആണെങ്കിലും ഒബ്ജക്റ്റീവ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ഒരു പബ്ലിക് എക്സാമിന് പോലും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. സോ biotechnology deals with techniques of using microorganisms, living cells and enzymes to produce products and process useful to humans. അതായത് മൈക്രോ ഓർഗാനിസവും ലിവിങ് സെൽസ് എൻസൈംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാർക്ക് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സും പ്രോസസ്സും ഉണ്ടാക്കുന്നതിനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ടുഡേ ബയോടെക്നോളജി മെയിൻലി റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് genetically modified organisms to achieve the same on large scale. Biotechnology also includes in vitro fertilization leading to test tube baby. നിങ്ങൾ ചാപ്റ്റർ 4 പഠിച്ചിട്ടുണ്ടാവും ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ. ആ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ എവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഇൻ ബയോടെക്നോളജി. ആൻഡ് യൂസിങ് എ ജീൻ ആൻഡ് ഡെവലപ്പിംഗ് എ DNA വാക്സിൻസ്, അതൊക്കെ DNA വാക്സിൻസ് ഉണ്ടാക്കുന്നത്, ജീൻ കറക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ബയോടെക്നോളജിയുടെ ഒരു ഭാഗമാണ്. European Federation of Biotechnology defined biotechnology as the integration of natural science and organisms, cells, parts thereof, and molecular analog for products and services. ഇത് യൂറോപ്യൻ ഫെഡറേഷൻ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നതാണ്. പക്ഷേ അത് സെയിം ഇതന്നെയാണ് ബയോടെക്നോളജി ഡീൽസ് വിത്ത്. ഇതിൻ്റെ വേറെ ഒരു ടേംസിൽ പറഞ്ഞതാണ് യൂറോപ്യൻ ഫെഡറേഷൻ. ഓക്കെ, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും പ്രോസസ്സുകളും എൻസൈം എന്ന ഓർഗാനിസത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ബയോടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. 2 core techniques enable the birth of modern biotechnology: genetic engineering, tissue culture or microbial culture. Genetic engineering, it is a technique to alter the chemistry of genetic material. DNAയുടെ RNAയുടെ കെമിസ്ട്രിയിൽ ചേഞ്ച് വരുത്തണം to introduce this into a host organism and thus it is phenotype. അതായത് ജീനോടൈപ്പിൽ മാറ്റം വരുമ്പോൾ ഫീനോടൈപ്പിൽ മാറ്റം വരും. അത് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഫീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം ബൈ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ജീനോടൈപ്പ്. ടിഷ്യൂ കൾച്ചർ. Maintenance of sterile ambience in chemical engineering process to enable growth of only one desired microbe, eukaryotic cells in large quantities for manufacture of biotechnological products like antibiotics, vaccines, enzymes. അതായത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ കണ്ടിട്ടില്ല, എന്താണ് സ്റ്റെറൈൽ ആംബിയൻസ് കൊണ്ടുവന്നിട്ട് അവിടെ ഗ്രോത്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ട് ഗ്രോത്ത് ചെയ്യുക, അങ്ങനെ വലുതാക്കുക, അതിനെയാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ സാമ്പിൾ സ്കാർപ്ഡ് ഫ്രം എ പാരൻറ്റ് പ്ലാന്റ്. ഒരു പാരൻ്റ് നിന്ന് ടിഷ്യൂ സാമ്പിൾ എടുത്തും എന്നിട്ട് ആ സാമ്പിളിനെ പ്ലേസ്ഡ് ഇൻ അഗർ എന്ന് പറഞ്ഞൊരു മീഡിയമാണ്. ആ മീഡിയത്തിൽ കൊണ്ടുവച്ച് ഒരു സർട്ടൈൻ ടൈം കഴിയുമ്പം ടൈനി പ്ലാനറ്റ്സ് ഫോം ചെയ്യും. ആ പ്ലാനറ്റ്സിനെ വേറെ ഓരോരോ എന്തായിട്ട് മാറ്റുക, സിംഗിൾ പ്ലാന്റ്സ് ആക്കി മാറ്റുക. ഓക്കെ, ഇനി റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. സോ ഫസ്റ്റ് തിങ് ഇസ് the first experiment of recombinant DNA technology was carried out by Stanley Cohen and Herbert Boyer in the year 1972. Stanley Cohen and Herbert Boyer in the year 1972. They inserted an antibiotic resistant gene in the plasmid of Salmonella and thus made first rDNA. അവരെന്താ ചെയ്ത് 1972 ആണ് എന്തുണ്ടാക്കിയത്? റീകോമ്പിനൻറ്റ് DNA ഉണ്ടാക്കിയത്. അവർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീന് സാൽമോണല്ലയുടെ പ്ലാസ്മിഡിൽ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്തു. അതിനെയാണ് rDNA അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA എന്ന് പറയുന്നത്. വെൻ ദിസ് rDNA വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഈക്കോളൈ, എന്നിട്ട് സാൽമോണയുടെ പ്ലാസ്മിഡ് എടുത്തിട്ട് ഈക്കോളൈ എസ്കറേഷ്യ കൊളൈയിൽ കൊണ്ടുവച്ചു. ഇറ്റ് ബിക്കെയിം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ ട്രാൻസ്ഫേർഡ് ദിസ് പ്രോപ്പർട്ടി ടു ഇറ്റ്സ് പ്രോജനി. അങ്ങനെ ഇത് അതിൻ്റെ പ്രോജനിയിലോട്ടും ട്രാൻസ്ഫർ ചെയ്തു. ജനറ്റിക് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് സാൽമോണല്ലയുടെ പ്ലാസ്മിഡിലോട്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീന് ഇറക്കി വെച്ചു. എന്നിട്ട് ഈ പ്ലാസ്മിഡിനെ എസ്കറേഷ്യ കൊളായിലോട്ട് വെച്ചിട്ട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അനുവദിച്ചു. അപ്പം എന്തായി? ഈ കൊളായി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയി. അത് അതിൻ്റെ പ്രോജനിയിലോട്ടും ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, കണ്ടോ? ഇത് വേറൊരു എക്സാമ്പിൾ ആട്ടോ. ഇതന്നെയല്ല, വേറെ ഒന്നാണ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫിഷസ് എന്ന് പറഞ്ഞതിൻ്റെ TI പ്ലാസ്മിഡ് എടുത്തു. എന്നിട്ട് അതിൽ DNA കണ്ടെയ്നിങ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കുത്തിവെച്ചു. നമുക്ക് ആവശ്യമായിട്ടുള്ള DNA എടുത്തിട്ട് അതിൽ കുത്തിവെച്ചു. അപ്പം എന്തായി? റീകോമ്പിനൻറ്റ് DNA ആയി.
അല്ലെങ്കിൽ റീകോംബിനൻറ്റ് പ്ലാസ്മിഡായി. എന്നിട്ട് ദ ഇൻസേർട്ടഡ് tDNA ക്യാരിങ് എ ന്യൂ ജീൻ. അപ്പോൾ ഇതിലെന്തുണ്ട്, പുതിയ ജീനില്ലേ, അത് എന്തായിട്ട് മാറി, പുതിയ വെറൈറ്റി ഓഫ് പ്ലാന്റ് ഉണ്ടാക്കി. സോ RDNA ടെക്നോളജിയുടെ 3 സ്റ്റെപ്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്സാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA ഡിസൈറബിൾ ജീൻസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു പ്രോജനി. ആദ്യം ഡിസൈർ ജീനുള്ള DNA കണ്ടുപിടിക്കുക, അതായത് സാൽമോണയിലെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ പ്ലാസ്മിഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഈക്വലൈലോട്ട് വെക്കുക. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്, അത് എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, എന്നിട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു പ്രോജനി. നെക്സ്റ്റ്, ടൂൾസ് ഓഫ് റീകോംബിനൻറ്റ് DNA ടെക്നോളജി. നമ്മൾ ഈ റീകോംബിനൻറ്റ് DNA ടെക്നോളജി ചെയ്യുമ്പോൾ കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. ടൂൾസ് പറയുമ്പോൾ ശരിക്കും നമുക്ക് അറിയാവുന്ന ടൂൾസൊക്കെ എങ്ങനെയാണ്, കത്തി, ലൈക്ക് അങ്ങനത്തെ ഓരോന്നില്ല. അതുപോലെ മോളിക്യുലാർ ബേസിസിലും നമുക്ക് കുറേ സിസേഴ്സ് ആവശ്യമുണ്ട്, അല്ല കുറേ ടൂൾസ് ആവശ്യമുണ്ട്. അതിൽ കുറേ സിസേഴ്സ് വരുന്നുണ്ട്, ഒട്ടിക്കാൻ നമ്മളെന്താ ഗമ്മിന് പകരം നമ്മളിവിടെ ലിഗേസ് എന്നാ പറയുക. അങ്ങനെ കുറേ എൻസൈംസ് യൂസ് ചെയ്യാറുണ്ട്. സോ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ദ എൻസൈംസ് യൂസ് ടു കട്ട് DNA കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന DNA ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ആൻഡ് ദേ ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ബാക്ടീരിയൽ സ്ട്രെയിൻസ്. There are 2 types of restriction enzyme, restriction exonuclease and restriction endonuclease. Restriction exonuclease, exo പറഞ്ഞാൽ പുറത്തല്ലേ, അപ്പോൾ exonuclease removes nucleotides from the free ends of DNAയുടെ ഫ്രീ എൻഡ്സ് നിന്ന് കട്ട് ചെയ്യുന്നതിനാണ് എക്സോന്യൂക്ലിയസ് എന്നും, ഉള്ളിൽ നിന്ന് ഇൻസൈഡ് ആണെങ്കിൽ അറ്റ് സ്പെസിഫിക് പൊസിഷൻ ആണെങ്കിൽ എൻഡോന്യൂക്ലിയസ് മേക്സ് കട്ട്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA. പിന്നെ in the year 1963, 2 enzymes discovered from Escherichia coli which restricts the growth of bacteriophage in it. അതായത് 1963 റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുപിടിക്കുന്നത്. എസ്കെറിഷ്യ കൊളായി എവിടെ നിന്നിട്ട് എസ്കെറിഷ്യ കൊളായി എന്നാണ് റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുപിടിച്ചത്. അതെന്ത് ചെയ്യും, വിച്ച് റെസ്ട്രിക്ട്സ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ്. ഈ എസ്കെറിഷ്യ കൊളായിൽ ബാക്ടീരിയോഫേജ് കുറേ ഇങ്ങനെ വളരുമായിരുന്നു. അപ്പോൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻസൈം കണ്ടുപിടിച്ചത്. വൺ ഓഫ് ദിസ് കട്ട് ദ ഫേസ് DNA, ഒരാൾ ഫേസ് DNA കട്ട് ചെയ്യും, ഫേജ് DNA. അപ്പോൾ എന്ത് ചെയ്തും അതിൽ എൻഡോന്യൂക്ലിയസ് എന്നും, ദി അതർ ആഡഡ് മീഡിയൽ ഗ്രൂപ്പ് ടു ബാക്ടീരിയൽ DNA ടു പ്രൊട്ടക്ട് ഫ്രം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതായത് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് സ്വന്തം സെൽസിന് ഈ എസ്കെറിഷ്യ കൊളൈൻ്റെ DNA കട്ട് ചെയ്യൂലേ, അത് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മെത്തിലേസ് പറഞ്ഞ ഒരു എൻസൈമും കൂടെ യൂസ് ചെയ്തു, ഒരു DNA കൂടി യൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, സ്വന്തം DNA കട്ട് ചെയ്യൂല, പകരം ബാക്ടീരിയോഫേജിൻ്റെ DNA കട്ട് ചെയ്യും. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഡിസ്കവേർഡ് ഇസ് HindII. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് HindII. ടിൽ ദ ഡേറ്റ് അറൗണ്ട് 900 restriction enzymes isolated from 230 strains of bacteria. 230 strains നിന്നിട്ട് 900 restriction enzymes ഉണ്ടാക്കി. Each restriction endonuclease recognizes a specific sequence of 6 base pair. 6 base pair ഉള്ള ഒരു സ്പെസിഫിക് എന്തുണ്ട് സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന് നമ്മൾ റെക്കഗ്നേഷൻ സീക്വൻസ് എന്ന് പറയും. ഈ റെക്കഗ്നേഷൻ സീക്വൻസ് പാലിൻഡ്രോം ആണ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമുക്ക് ഒരേപോലെ വായിക്കാൻ പറ്റും. ഇപ്പം മലയാളം എങ്ങനെ എഴുതിയാലും നമുക്ക് ഒരുപോലെയല്ലേ വായിക്കാൻ പറ്റും. അതുപോലെയുള്ള എന്തായിരിക്കും സീക്വൻസ് ആയിരിക്കും. The palindrome is in a DNA is a sequence of base pair that read same on 2 strands when orientation of reading is kept same. For example, the recognition sequence of echo R1. Echo R1ൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് പറഞ്ഞാൽ GATTC ആണ്. അതെന്നെ തിരിച്ചിട്ടല്ലേ നോക്കി താഴ്ത്തും. കാരണം ഇങ്ങനെ 2 പാലിൻഡ്രോമിക് സീക്വൻസ് ആയിരിക്കും വരിക. ഒരു DNA ഡബിൾ സ്ട്രാൻഡ് അല്ലേ, അപ്പോൾ ഒരു സ്ട്രാൻഡ് ഇങ്ങനെയാണെങ്കിൽ വേറൊരു സ്ട്രാൻഡിൽ ഇങ്ങനെ ആയിരിക്കും. അതായത് അതിൻ്റെ നേരെ പാലിൻഡ്രോം ആയിരിക്കും, തിരിച്ചിട്ടതായിരിക്കും. ഓക്കെ അല്ലേ? ദ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ദ സ്റ്റാൻഡ്സ് ഓഫ് DNA ലിറ്റിൽ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോം സൈഡ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നിൽ നിന്നിട്ട് കട്ട് ചെയ്യും. അല്ലാണ്ട് ലൈക്ക് ഇവിടെ കട്ട് ചെയ്താൽ പിന്നെ ഇതിൻ്റെ പാലിൻഡ്രോം സീക്വൻസ് പോവില്ലേ, അതുകൊണ്ട് ഈ ഇവിടെയുള്ള സീക്വൻസ് എന്നായിരിക്കും കട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു A ഉണ്ടെങ്കിൽ അവിടെ അതായിരിക്കും കട്ട് ചെയ്യുക, അല്ലാണ്ട് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യൂല. ബട്ട് ബിറ്റ്വീൻ ദ സെയിം 2 bases on opposite strand, രണ്ടിലും കട്ട് ചെയ്യുമ്പോൾ ഒരുപോലെ കട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ 6 base pair കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുള്ളൂ. This leaves a single stranded portion at the ends.
ദീസ് ആർ ഓവർഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് കോൾഡ് സ്റ്റിക്കി എൻഡ്സ്. അതായത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു എ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു എ, ഇവിടെ ടി, ഇവിടെ ടി. അപ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യണമെങ്കിൽ ഇതും ഇവിടെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു എൻഡ് ഉണ്ടായില്ലേ, ആ എൻഡിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നത്. ദ സ്റ്റിക്നെസ് ഓഫ് എൻഡ്സ് ഫെസിലിറ്റേറ്റ് ആക്ഷൻ ഓഫ് DNA ലിഗേസ്. ആ സ്റ്റിക്നെസ് DNA ലിഗേസിൻ്റെ ആക്ഷനെ കൊണ്ടുവരും. ഇഫ് ദ ഫോറിൻ DNA ആൻഡ് ദ ഹോസ്റ്റ് DNA ആർ കട്ട് ബൈ സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ദ സ്റ്റിക്കി ends of their cut end will be complementary to each other. അതായത് നമ്മൾ ഹോസ്റ്റിൻ്റേതും ഫോറിൻ DNAയുടെയും ഒരേ കത്രിക കൊണ്ട് കട്ട് ചെയ്യണം. അല്ലാണ്ട് വേറെ ടൈപ്പ് കത്രിക കൊണ്ട് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഒട്ടിക്കാനാകുമോ? ഇല്ലല്ലോ. രണ്ടും ഒരേ ടൈപ്പ് കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആയിരിക്കും ആൻഡ് ക്യാൻ ബി ജോയിൻ ടുഗദർ ബൈ യൂസിങ് DNA ligase ടു മേക്ക് ദ റീകോംബിനൻറ്റ് DNA. ഇനി കൺവെൻഷൻസ് ഓഫ് നെയിമിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലി. ഇപ്പോൾ എക്കോ R1 എന്നൊക്കെ പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം കം ഫ്രം ജീനസ്. ഇത് എക്കോ R1 നോക്കിക്കോളിട്ടോ. എക്കോ R1ൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇ വരുന്നത് അതിൻ്റെ ജീനസ് എന്നാണ്. അതിൻ്റെ ജീൻ എന്താണ്? എസ്കറേഷ്യ. എസ്കറേഷ്യയുടെ ഫസ്റ്റ് ലെറ്ററാണ് ഇ. സെക്കൻഡ് 2 ലെറ്റേഴ്സ് കം ഫ്രം ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. അതായത് സ്പെസിഫിക് എപ്പിത്തറ്റ് കൊളായിൻ്റെ CO ആണ് എക്കോ. ഓക്കെ. ദ ഫോർത്ത് ലെറ്റർ ഇസ് ഡിറൈവ്ഡ് ഫ്രം സ്ട്രെയിൻ ഓഫ് മൈക്രോബ്സ്. ഈ മൈക്രോബിൻ്റെ സ്ട്രെയിനിൽ നിന്നിട്ടാണ് ഫോർത്ത് ലെറ്റർ എന്ത് വരുന്നത്? R വരുന്നത്. അതിൻ്റെ സ്ട്രെയിൻ RY ആണ്. അപ്പോൾ അതിൻ്റെത് R ആയിരിക്കും. ആൻഡ് റോമൻ നമ്പർ ഇസ് ദ ഓർഡർ ഓഫ് ഐസൊലേഷൻ. എത്രാമത്തതാണ് അങ്ങനത്തെ ഓർഡറാണ് എക്കോ R1. ഓക്കെ. സോ ഫസ്റ്റ് ലെറ്റർ ജീനസ് ആണ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്, ഫോർത്ത് പറയുന്നത് സ്ട്രെയിൻ ആണ്, ആൻഡ് ഫിഫ്ത്ത് റോമൻ നമ്പർ. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോസസ്സാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇത് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദ കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിസൾട്ട് ഇൻ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA. അതായത് കട്ട് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്തു? ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കിട്ടിയില്ലേ. ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ടെക്നിക് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിനെന്ത് ചെയ്യണം? ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ ടെക്നിക് കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സിൻസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ, ചിലപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഒബ്ജക്റ്റീവ്സിലൊക്കെ ചോദിക്കും, DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ഈസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? അല്ല. DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫോഴ്സിങ് ദം ടു മൂവ് ടുവേർഡ്സ് ആനോഡ്. അതായത് ആനോഡിലോട്ട് മൂവ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യും. DNA നെഗറ്റീവാണ്, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആനോഡിലോട്ട് DNA മൂവ് ചെയ്യിപ്പിക്കും. അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ മീഡിയം ഓഫ് ജെൽ അഗറോസ് ജെൽ. ഒരു ഇലക്ട്രിക് മീഡിയം കണ്ടോ, ഇലക്ട്രിക് മീഡിയത്തിൽ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? സാമ്പിൾ ഒഴിക്കുക. ഇവിടെ ഒരു വെല്ലുണ്ട്, ആ വെല്ലിൽ ഒഴിക്കും. അപ്പോൾ എന്ത് ചെയ്യും? സാമ്പിൾ മൂവ് ചെയ്യും ടു ആനോഡ്. ഇറ്റ് ഇസ് ഫോഴ്സ് ടു മൂവ് ടു ആനോഡ് ബൈ അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ മീഡിയം അഗറോസ് ജെൽ. ഇവിടെ അഗറോസ് ജെൽ എന്ന് പറയുന്നൊരു മീഡിയം ഉണ്ട്. ദ DNA ഫ്രാഗ്മെൻറ്റ്സ് വിൽ മൂവ് ഇൻ ഡിഫറെൻറ്റ് സ്പീഡ് ബേസ്ഡ് ഓൺ ദെയർ സൈസ്. ഓരോരോ സ്പീഡിലാണ് DNA ഫ്രാഗ്മെൻറ്റ്സ് മൂവ് ചെയ്യുക. ദ സ്മോളർ ദ ഫ്രാഗ്മെൻറ്റ് ദ ഫാർദർ വിൽ ഇറ്റ് മൂവ്. സ്മോളർ ആണെങ്കിൽ അത് ഏറ്റവും ദൂരത്തായിരിക്കും കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെല്ല്. സൈസ് കൂടുതലുള്ളത് എവിടെയാണ്? സ്റ്റാർട്ടിങ്ങിലാണ്. ഏറ്റവും സ്മോളറൊക്കെ എവിടെയാണ്? തറ്റത്താണുള്ളത്. ഫാർദർ ഇറ്റ് വിൽ മൂവ്. ദ സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ആർ വിഷ്വലൈസ്ഡ് ബൈ സ്റ്റെയിനിങ് ദം വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, കാരണം ജെല്ലല്ലേ, അല്ലെങ്കിൽ DNA അല്ലേ. അപ്പോൾ DNA നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു കളർ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. ഇത് UV റേഡിയേഷനോട് എക്സ്പോസ് ചെയ്താൽ കാണാൻ പറ്റും. ഓറഞ്ച് കളറായിട്ടാണ് കാണുക, ലൈറ്റ് ഓറഞ്ച് കളറായിട്ട്. ദ തിക്ക് ബാൻഡ് റെപ്രസെൻറ്റ് ലാർജർ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് തിൻ ബാൻഡ്സ് റെപ്രസെൻറ്റ് ദ ഷോർട്ടർ ഫ്രാഗ്മെൻറ്റ്സ്. സ്മോളർ ദ ഫ്രാഗ്മെൻറ്റ്സ് റെപ്രസെൻറ്റ്സ് ബൈ തിൻ ബാൻഡ്സ് ആർ കട്ട് ഔട്ട് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ദ ജെൽ ബൈ ദ ടെക്നിക് കോൾഡ് ഇല്യൂഷൻ. അതായത് ഇവിടെ എത്തിയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് സ്മോളർ ആയിരിക്കൂലേ, ഇതിനെ കട്ട് ചെയ്തെടുക്കുക. പ്രോസസ്സിൻ്റെ പേരാണ് എല്യൂഷൻ. ഇനി കുറച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് ദി DNA ആൻഡ് വേർ ആർ ദേ യൂസ്ഡ്? ദേ ആർ യൂസ്ഡ് ഫോർ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? DNAകളെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് വേർ ആർ ദേ ഒബ്റ്റെയിൻഡ് ഫ്രം? ഒബ്റ്റെയിൻ ചെയ്തത് എവിടെ നിന്നാണെന്ന് അറിയില്ലേ? റീകോംബിനൻറ്റ് DNAയുടെ ആ ഒരു ഇത് പറഞ്ഞു കൊടുത്താൽ മതി. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ. Why bacteria synthesize such an enzyme? And how is the action of endonuclease differ from exonuclease? Explain the method naming restriction enzyme with an example.
പിന്നെ റെക്കഗ്നേഷൻ സീക്വൻസ് എന്താ, വാട്ട് ഇസ് പാലിൻഡ്രോം സീക്വൻസ്, സ്റ്റിക്കി എൻസ് എന്താ, പിന്നെ 2 സയൻറ്റിസ്റ്റ് ആരായിരുന്നു, സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. എപ്പോഴാണ് നടന്നത്? 1972. Agarose gel electrophoresis is used for separation and isolation of DNA fragments. How? Explain how DNA fragments are separated by this technique. Any, what is the use, why we are using ethidium bromide in genetic engineering? Okay.